കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല. ക്ഷേമ പെൻഷൻ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന മുൻമന്ത്രിയും CPM നേതാവുമായ M. മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടി അണികളിൽ നിന്നു തന്നെ രൂക്ഷ വിമർശനമുയർന്നതോടെ മണിയാശാൻ മലക്കം പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണ് തനിക്കെന്നും തോറ്റുപോയ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതാണെന്നും പറയേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് തനിക്കെന്നും ക്ഷേമ പെൻഷനും വികസനവുമൊക്കെ ജനങ്ങളുടെ അവകാശമല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സ്വർഗരാജ്യം കിട്ടാനല്ല എന്നും M. മണി തള്ളി പറഞ്ഞിട്ടില്ലേ? ബേബി പറഞ്ഞ നിലപാടാ പാർട്ടിയുടെ നിലപാട്. അതുതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. എന്താണ് അങ്ങനെ പെട്ടെന്നൊരു പറയാൻ? അന്നേരത്തെ ഒരു കാര്യത്തിലൊക്കെ പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. തെറ്റായി പോയി. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചോദിച്ചതിന് വേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാന്ന് MABB പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ? ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപനമാണ്, നിലപാടാണ്. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല, ആരും വിളിച്ചൊന്നുമില്ല. എന്നാലും പറയുക സാധാരണ വികസന പ്രവർത്തനം അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ ഒരു അവകാശമാണ്. നമ്മൾ വോട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? മലയാളം ടെലിവിഷൻ ഇടുക്കി. ഓർഡർ ചെയ്തോളൂ. ചപ്പാത്തി പറയട്ടെ? ചപ്പാത്തി പറയാം. ഓക്കേ. ചിക്കൻ പറയാലോ? അതെ, ഇവിടെ ചിക്കൻ പറഞ്ഞാലോന്ന്. ചിക്കൻ പറഞ്ഞു. ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആയാലോ? ബട്ടർ ചിക്കനോ? ബട്ടർ ചിക്കൻ പറഞ്ഞു. എന്താ? ഒന്നുമില്ല. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരിക്കേ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. Safa Golden Diamonds, different by design.